എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. കുറേ നാളിന് ശേഷം അച്ഛനും അമ്മയൊക്കെ വന്നെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അന്ന് ഫുഡ് ഒരുക്കിയതും വീട് ഒന്ന് ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കബേർഡ്സൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അന്നെടുത്ത വ്ളോഗാണ്. അപ്പോൾ രാത്രിയിലായിരുന്നു അവർ വരുന്നത്. സന്ധ്യയ്ക്ക് സെക്കൻഡ് ട്രിപ്പ് കുക്കിംഗ് തുടങ്ങിയപ്പോഴാണ് ഞാൻ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയത്. ഉച്ചയ്ക്ക് കുറച്ച് അവിയൽ രസമൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം കുറച്ച് ക്ലീനിങ് ഒക്കെ നടത്തി പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് സെക്കൻഡ് ട്രിപ്പ് കുക്കിംഗ് തുടങ്ങിയത്. ഇപ്പം നമ്മളിവിടെ നല്ല അടിപൊളി മട്ടൻ കറിയും തേങ്ങ അരച്ച മീൻ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പിയാണ് ഇതിൻ്റെ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പണ്ടിട്ട ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ റൂമിൽ പോയി ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് മാറ്റി പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. അരുൺ ചേട്ടൻ അവരെ വിളിക്കാനായിട്ട് എയർപോർട്ടിലിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ കബോർഡ്സിൽ നിന്ന് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ക്ലീൻ ചെയ്ത് തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും റീസൺ ഉണ്ടാക്കി ഇതുപോലെ ക്ലീൻ ചെയ്താലേ അത് നടക്കത്തുള്ളൂ. ചിലപ്പോൾ ഫെസ്റ്റിവലിൻ്റെ സമയത്ത്, പണ്ടൊക്കെയാണെങ്കിൽ നാട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഇങ്ങനെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും റീസൺ ഉണ്ടാക്കി നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കാണാനൊരു ഭംഗിയിൽ ഓർഗനൈസ് ചെയ്തിട്ടൊരു വീഡിയോ ഇടണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഒരു ബിഫോർ വീഡിയോ ആയിട്ട് ഇതിരിക്കട്ടെ. ഇതിപ്പോൾ അതിൻ്റെ ഫംഗ്ഷനാലിറ്റി അനുസരിച്ചാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ടൂൾസ്, സ്കിൻ ആൻഡ് നെയിൽസ്, ഹെയർ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ്. ഇതല്ലാതെ കാണാനൊരു ഭംഗിക്ക് ഓർഗനൈസ് ചെയ്തിട്ടൊരു വീഡിയോ നമ്മൾ ഇടാം. അപ്പോൾ ഇവിടെയാണ് ഡ്രസ്സിംഗ് ടേബിളിലെ പോലെ സാധനങ്ങൾ, പെർഫ്യൂംസ്, പിന്നെ എപ്പോഴും ഉപയോഗിക്കുന്ന ക്രീംസും ക്ലിപ്സും, പിന്നെ നമ്മൾ വലിച്ചു വാരിയിടാറുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇതുപോലൊരു ബാസ്ക്കറ്റിലിട്ട് വെച്ച് ഒതുങ്ങി അവിടെ ഇരുന്നോളൂ. അതുപോലെ തന്നെ അലമാരയിലിരുന്ന തുണികളൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെ കബേർഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ലൈഡിങ്ങിൻ്റെ ഡസ്റ്റ് പ്രൂഫ് ഇതുവരെ ഒട്ടിച്ചിട്ടില്ല. ഒരുപാട് വർഷമായിട്ടുണ്ടെങ്കിലും അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പൊടി കയറി തുടയ്ക്കണം. ഇവിടെയാണ് എൻ്റെയും മോൻ്റെയും ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്നത്. അരുൺ ചേട്ടൻ്റെ അപ്പുറത്തെ മുറിയിലാണ്. ഞാൻ ഒരു ദിവസം വിശദമായിട്ട് ഈ വാർഡ്രോബ് ഓർഗനൈസേഷൻ്റെ വീഡിയോ ഇടാം. ബാഗ്സൊക്കെ ഇതുപോലെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വിശദമായിട്ട് ഞാൻ പിന്നീട് ഒരിക്കൽ വാർഡ്രോബ് ഓർഗനൈസേഷൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ ഇവിടെയാണ് എൻ്റെയും മോൻ്റെയൊക്കെ വീട്ടിലിരുന്ന ഡ്രസ്സുകളും അല്ലാത്തയൊക്കെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തേക്കുമാണ് അവർ ലാൻഡ് ചെയ്തത്. ഈ സമയമായപ്പോഴത്തേക്ക് അരുൺ ചേട്ടൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ചൂടോടുകൂടി മീൻ വറുത്ത് വെക്കാൻ വേണ്ടി ടിപ്പിളാണ് ഞാൻ മീൻ വറുക്കാനായിട്ട് വെച്ചത്. നേരത്തെ മസാല പുരട്ടി വെച്ചതായിരുന്നു. അതുപോലെ അമ്മയ്ക്ക് എൻ്റെ ചമ്മന്തി ഇഷ്ടമാണ്. അപ്പോൾ ചമ്മന്തി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചമ്മന്തി ഈ സമയത്ത് അരച്ച് വെച്ചു. അപ്പോൾ പിന്നെയും നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്തോട്ട് വരുവാണ്. കിച്ചണിൽ നിന്ന് പുറത്തോട്ട് വരുന്നിടത്താണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഹോം ടൂർ ചെയ്യണമെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എല്ലാവരുടെയും ഹോം ടൂർ പുതിയ വീടിൻ്റെയാണ്. നമ്മുടെ വീടൊരു 5 വർഷമൊക്കെ മേലെ ആയതാണ്. അപ്പം അത് റിലവൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ലിവിങ് ഏരിയ മൊത്തം അവൻ്റെ കളിപ്പാട്ടങ്ങളും മോൻ്റെ സാധനങ്ങളും ഒക്കെയാണ്. അപ്പം എല്ലാം ഒന്ന് മാറ്റി ഒതുക്കിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ ഞാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ഹോം ടൂർ ഇടാം. അപ്പോൾ ഈ റൂമിലാണ് ഞാനിപ്പോൾ ഗസ്റ്റിന് ഒരു 3 പേർക്ക് ഇവിടെ കിടക്കുക. 2 റൂമിൽ ഇപ്പോൾ ബെഡുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുത്തെയും ബെഡ്ഷീറ്റ് ഇപ്പോഴാണ് മാറ്റിയത്. ഒരു റൂമിലെ ബെഡ്ഷീറ്റ് മാറ്റി അത് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് അടുത്തത് ഇടാൻ ചെല്ലുമ്പോഴത്തേക്ക് മോൻ അതെല്ലാം വാഷിംഗ് മെഷീനിൽ നിന്ന് പറിച്ച് പുറത്തിടും. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാനതുപോലെ വ്ളോഗിന് വീഡിയോ എടുക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ മൊത്തം ഷെയ്ക്കൊക്കെയാണ്. ഒരു ക്ലാരിറ്റിയോ എന്താ പറയുക, നല്ല സുഖത്തിലൊന്നും അല്ല എടുത്തിരിക്കുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം വൃത്തിയാക്കി. അതുപോലെ മോനെ കുളിപ്പിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലിഫ്റ്റിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ചെന്ന് നോക്കുക അവരാണോ എന്നുള്ളത്. അമ്മയച്ഛനും വന്നിട്ട് ഒരുപാട് നാളിന് ശേഷമാണ്, 3 വർഷത്തോളമായി. അപ്പം ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് കാണാം. മട്ടൻ കറിയുണ്ട്, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതുകൂടാതെ പരിപ്പ് രസമുണ്ട്. കുക്കറിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് രസമാണ്. റെസിപ്പി ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. ഇതുകൂടാതെ നമ്മുടെ സാധാരണ കേരള സ്റ്റൈൽ മീൻകറിയുണ്ട്, സിമ്പിൾ മീൻകറി. പിന്നെ ഞാൻ അവിയലൊരു പാത്രത്തിലോട്ട് പകർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത ഫിഷ് ഫ്രൈ ഉണ്ട്, തേങ്ങ അരച്ച മീൻകറി ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച ചമ്മന്തി അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. പിന്നെ അരുൺ ചേട്ടൻ്റെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് കഴിഞ്ഞ ദിവസം അരുൺ ചേട്ടൻ ഉണ്ടാക്കിയ ഒരു മീൻകറി ഉണ്ട്. ഇത് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പുലാവാണ്. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. മട്ടൻ കറി ഉണ്ടാക്കിയപ്പോൾ ലൂലുവിന് അത് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് വെച്ചതാണ്. ഇത് ഞാൻ തലേദിവസം ഉണ്ടാക്കിയ ഏത്തപ്പഴം പുളിശ്ശേരിയാണ്. അതും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് സെർവ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. വെയിറ്റ് ചെയ്ത് 11 മണിയായപ്പോഴാണ് അവർ വരുന്നത്. സ്റ്റാർട്ട് ചെയ്തു, അവർ വന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ ലഗേജ് കിട്ടാൻ ലേറ്റായിട്ട് 11 മണിയായപ്പോഴാണ് എത്തുന്നത്. ഒരുപാട് നാളിന് ശേഷമാണ് അച്ഛനും അമ്മയും. മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ലാസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരുന്നു. നമ്മളെക്കാട്ടിൽ ബിസിയാണ് അച്ഛനും അമ്മയൊക്കെ. നാനി സെക്കൻഡ് ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നാനി ലുലു. നാനി എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. ലൂൽ നാനിയുടെ മകളാണ്, എൻ്റെ കസിനാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. കോവിഡൊക്കെ മാറി നിന്ന സമയമായിരുന്നെങ്കിൽ എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് മാസ്കൊക്കെ വെച്ചിട്ട് സൂക്ഷിച്ചൊക്കെയാണ്. മോൻ്റെ കേസ് ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് വന്നത്. ഞാൻ എന്നെ കണ്ട് സ്നേഹത്തിൽ കെട്ടിപ്പിടിക്കാനൊക്കെ വന്ന പെട്ടെന്നാണ് സാനിറ്റൈസ് ചെയ്തില്ല, കൈ കഴുകിയില്ല എന്നൊക്കെ പറഞ്ഞ് മാറിയത്. ഞാൻ പിന്നെ സാരമില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് മാസ്കൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഡിസ്റ്റൻസ് പാലിച്ചൊക്കെ പിന്നെ പോയി കൈയും കാലമൊക്കെ സാനിറ്റൈസൊക്കെ ചെയ്ത് കഴുകിയിട്ടൊക്കെയാണ് പിന്നെ അടുത്തോട്ട് വരുന്നത്.
കുഞ്ഞെല്ലാവരെയും നേരിട്ട് കണ്ടിട്ട് കുറേ നാളായതല്ലേ, ഫോണിൽ കാണുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് കുറച്ച് പരിചയക്കുറവും പേടിയൊക്കെ ആയിരുന്നു. ഞങ്ങൾ കുഞ്ഞിൻ്റെ ഡയഗ്നോസിന് ശേഷം അങ്ങനെ എങ്ങോട്ടും പോയിട്ടില്ല. വീടും പരിസരവും വിട്ടിട്ട് വീടിനടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ. അതിനൊരു ധൈര്യം ഞങ്ങൾക്ക് വന്നിട്ടില്ല. മറ്റേത് എപ്പോഴും വീട്ടിൽ നാട്ടിലോട്ട് എപ്പോഴും പോകുന്നതായിരുന്നു. അതുകൊണ്ടാണ് ആശുവിൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം കുഞ്ഞെല്ലാവരുമായിട്ട് കമ്പനിയായി ഭയങ്കര ഹാപ്പിയൊക്കെ ആയി. എല്ലാവരും വിശന്ന് നിൽക്കുവാണ്. 11:30 ആയിട്ടുണ്ടായിരുന്നു. എങ്കിലും അവനെ ഒന്ന് എടുത്ത് ഒക്കെ ഒന്ന് കളിപ്പിച്ചിട്ടാണ് എല്ലാവരും കഴിക്കാനായിട്ട് വന്നത്. ഞാൻ കുറേ ചക്കയപ്പവും ചക്ക കുഴച്ചതുമൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ചക്ക കിട്ടാൻ ബുദ്ധിമുട്ടായത് കാരണം കുറേ നാളായി ചക്കയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ പിന്നെ കുറേ സാധനങ്ങൾ അച്ഛനും അമ്മയൊക്കെ അരിപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ഒരുപാട് സാധനങ്ങളെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ട് വന്നതൊക്കെ എടുത്ത് പുറത്തൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡെല്ലാം വിളമ്പി. ലുലുവിന് മാത്രമായിട്ട് എടുത്ത പുലാവ് ലാസ്റ്റ് എല്ലാവരും കഴിച്ചു. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ചൊരു ഫസ്റ്റ് കോഴ്സ് പോലെ അത് കൊടുത്തു. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുലാവും മട്ടൺ കറിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര എളുപ്പം അത് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ മട്ടൺ കറിയും നമ്മളുണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ച് ആരെങ്കിലുമൊക്കെ നല്ലതാണെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ. അമ്മയും നാനിയൊക്കെ നൈറ്റിയിലായതുകൊണ്ട് ഭയങ്കര ഇങ്ങോട്ടൊന്നും നോക്കാതെ ഇതൊന്നും ഇടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുവാണ്. അതൊന്നും സാരമില്ലല്ലോ, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വീട്ടിലെന്ന് ഞാൻ പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അമ്മയും മോനോടൊക്കെ കളിയൊക്കെ തുടങ്ങി. ഈ സമയത്താണ് നാനി കൊണ്ടുവന്ന് ചക്ക കുഴച്ചതൊക്കെ കൂട്ടി ചോറ് കഴിക്കാനായിട്ടിരിക്കുന്നത്. കുറേ നാളിന് ശേഷമാണ് ഞാൻ ചക്ക കുഴച്ചതും മീൻകറിയും കൂടെയൊക്കെ കൂട്ടി കഴിക്കുന്നത്, നല്ല ടേസ്റ്റി ആയിട്ട്. പിറ്റേ ദിവസം രാത്രിയിൽ ഞങ്ങൾ ഐക്യയിൽ പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ രാത്രിയിലായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഭയങ്കര ട്രാഫിക് ജാം ആയിരുന്നു. ഒരു 10 മിനിറ്റ് എടുക്കേണ്ടടുത്ത് ഞങ്ങൾ 3/4 മണിക്കൂർ എടുത്ത്. അങ്ങനെ ഓൾമോസ്റ്റ് ക്ലോസിങ് ടൈം ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെന്നത്. അപ്പം കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണം ഞങ്ങൾ അവിടുന്ന് പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയി ഡിന്നറൊക്കെ കഴിച്ചു. ഞങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി ഡിന്നർ കഴിക്കുന്നത് വളരെ അങ്ങനെ പോകാറേ ഇല്ല. ഞങ്ങൾക്കൊരു പേടിയാണ് ഓപ്പൺ സ്പേസ് അല്ലാത്തടത്തൊക്കെ പോകാനായിട്ട്. അപ്പോൾ എല്ലാവരോടുള്ളപ്പോൾ ഒരു ധൈര്യമാണ് മോൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് സന്തോഷമായിട്ട് ഡിന്നറൊക്കെ കഴിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയും കൊണ്ട് ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തുവാണ്. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.